എബ്രായർ അധ്യായം 3. അതുകൊണ്ട് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായ വിശുദ്ധ സഹോദരരെ, നാം ഏറ്റുപറയുന്ന അപ്പൊസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. മോശ ദൈവഭവനത്തിലെല്ലാം വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയോഗിച്ചവനോട് വിശ്വസ്തനായിരുന്നു. ഭവനം നിർമ്മിക്കുന്നവൻ ഭവനത്തേക്കാൾ അധികം ബഹുമാനം അർഹിക്കുന്നതുപോലെ യേശു മോശയേക്കാൾ അധികം ആദരവിന് അർഹനായിരിക്കുന്നു. ഏത് ഭവനവും നിർമ്മിക്കാൻ ഒരുവൻ വേണം, സകലവും നിർമ്മിച്ചവനോ ദൈവം തന്നെ. പിന്നീട് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു വൃദ്ധനെന്ന നിലയിൽ മോശ ദൈവഭവനത്തിനെല്ലാം വിശ്വസ്തനായിരുന്നു. ക്രിസ്തുവോ ദൈവഭവനത്തിന്റെ അധികാരിയായ പുത്രൻ എന്ന നിലയിൽ തന്നെ. നമ്മുടെ പ്രത്യാശയുടെ അഭിമാനവും ധൈര്യവും നാം അവസാനത്തോളം മുറുകെ പിടിക്കുമെങ്കിൽ നാം തന്നെയാണ് അവിടുത്തെ ഭവനം. ആകയാൽ പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ, ഇന്ന് നിങ്ങൾ അവിടുത്തെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ശോധന ചെയ്ത് പരീക്ഷിക്കുകയും 40 വർഷം എന്റെ പ്രവർത്തികൾ കാണുകയും ചെയ്തു. അതുകൊണ്ട് ആ തലമുറയോട് ഞാൻ കോപിച്ചു. അവർ എപ്പോഴും വഴിതെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ, എന്റെ വഴികൾ അറിയാത്തവർ എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തു. സഹോദരരെ, ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയുവാൻ തക്കവണ്ണം അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ ശ്രദ്ധിക്കുവിൻ. പാപത്തിന്റെ വഞ്ചനയാൽ നിങ്ങളിൽ ആരും കഠിനപ്പെട്ടു പോകാതിരിപ്പാൻ ഇന്ന് എന്ന് പറയുന്നിടത്തോളം ദിനം തോറും പരസ്പരം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളുന്ന പക്ഷം നാം ക്രിസ്തുവിൽ പങ്കുകാരായി തീർന്നിരിക്കുന്നു. ഇന്ന് നിങ്ങൾ അവിടുത്തെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പ്രസ്താവിക്കുമ്പോൾ കേട്ടു മത്സരിച്ചവർ ആരാണ്? മോശ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ടുപോകുന്നവർ എല്ലാവരുമല്ലയോ? 40 വർഷം അവിടുന്ന് കോപിച്ചത് ആരോടായിരുന്നു? പാപം ചെയ്തവരോടല്ലേ? അവരുടെ ശരീരങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. അവർ അവിടുത്തെ സ്വസ്ഥതയിൽ ഒരു നാളും പ്രവേശിക്കുകയില്ല എന്ന് ദൈവം ആണയിട്ട് അരുളി ചെയ്തത് അനുസരണം കെട്ടവരോടല്ലാതെ മറ്റാരോടാണ്? ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ സാധിച്ചില്ല എന്ന് നാം കാണുന്നു.